നമസ്കാരം. അങ്ങനെ നമ്മളെല്ലാം കാത്തിരുന്ന ആ ഗോൾഡൻ പ്രവചനവും എത്തി. നമ്മുടെ സോഷ്യൽ മീഡിയ താരം റാഷിദ് CPയുടെ പ്രവചനം. BJPക്ക് 308 മുതൽ 327 വരെ സീറ്റ് ലഭിക്കുമെന്നാണ് റാഷിദ് പ്രവചിച്ചിരിക്കുന്നത്. വെറും കണക്കല്ല, ശതമാനക്കണക്ക് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് റാഷിദ് ഇക്കാര്യം അവതരിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലാണ്, ഏതാനും മിനിറ്റുകളെ ആയിട്ടുള്ളൂ. അതായത് BJPക്ക് 38.5% മുതൽ 42% വരെ വോട്ട് ലഭിക്കുമെന്നാണ് റാഷിദ് പറയുന്നത്. NDAയിലെ സഖ്യകക്ഷികൾക്ക് 36 മുതൽ 45 വരെ സീറ്റ് കിട്ടുമെന്നും കൂടി റാഷിദ് പ്രവചിക്കുന്നുണ്ട്. ആ നിലക്ക് NDAക്ക് 344 മുതൽ 372 സീറ്റ് വരെ കിട്ടും എന്നർത്ഥം. ഇനി കോൺഗ്രസിന്റെ കാര്യം. കോൺഗ്രസിന് 56 മുതൽ 73 വരെ സീറ്റ് കിട്ടുമെന്നാണ് റാഷിദ് പ്രവചിച്ചിരിക്കുന്നത്. അതായത് 18.5% മുതൽ 22.5% വരെ വോട്ട്. മറ്റുള്ളവർക്ക് 108 മുതൽ 122 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും റാഷിദ് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ റാഷിദിന്റെ പ്രവചനം എങ്ങനെയാണ്? BJP 308 മുതൽ 327 വരെ, NDA സഖ്യകക്ഷികൾ 36 മുതൽ 45 സീറ്റ് വരെ, കോൺഗ്രസിന് 56 മുതൽ 73 സീറ്റ് വരെ, മറ്റുള്ളവർ 108 മുതൽ 102 വരെ. ഇന്ത്യ മുന്നണിയുടെ പൊളിറ്റിക്കൽ ബേസ് കൊണ്ട് മാത്രം മറികടക്കാവുന്ന ഒന്നല്ല ഇന്നത്തെ ഇന്ത്യയിലെ ഭരണപക്ഷവും അതിന്റെ രാഷ്ട്രീയവും എന്ന് ഈ പ്രവചനത്തോടൊപ്പം റാഷിദ് വിശദീകരിക്കുന്നുണ്ട്. അത് തിരിച്ചറിയാതെയുള്ള ഒരു രാഷ്ട്രീയ ആഖ്യാനം കൊണ്ടും കണക്കുകൂട്ടലുകൾ കൊണ്ടും രാജ്യത്തെ രാഷ്ട്രീയ ഭൂമികയിൽ പ്രതിപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് റാഷിദ് പറയുന്നു. ഈ രാജ്യവും രാജ്യത്തിന്റെ രാഷ്ട്രീയവും ഏറെ മാറിയിരിക്കുന്നു എന്നുകൂടി പ്രസ്താവിച്ചുകൊണ്ടാണ് റാഷിദ് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത്. റാഷിദിന്റെ പ്രവചനത്തോട് യോജിച്ചും വിയോജിച്ചും നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റാഷിദ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, താൻ ഈ വോട്ടെടുപ്പിന്റെ അവസാന ദിവസം എന്ന് പറയുന്നത് ഇന്ന്, ദേശീയ രാഷ്ട്രീയത്തിൽ കിട്ടാൻ പോകുന്ന വോട്ടുകളെ കുറിച്ച് പ്രവചിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ആ പ്രവചനത്തിന്റെ ആദ്യപടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വളരെ വളരെ ക്രിസ്പായിട്ടാണ് ഈ ഒരു പ്രവചനം നടത്തിയിരിക്കുന്നത്. ഓരോ സംസ്ഥാനത്തും എത്ര വോട്ടുകൾ NDAക്കും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് കിട്ടും എന്നുള്ള കാര്യം റാഷിദ് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അടുത്ത് തന്നെ ആ ഒരു പ്രവചനവും കൂടി വരും തോന്നുന്നു. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ സുജയ പാർവതി ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ റാഷിദ് പറഞ്ഞിരുന്നു, ഞാൻ ഈ കാര്യം വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് മാത്രമേ പറയുള്ളൂ, അതാണ് അതിന്റെ ഒരു മാന്യത എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ റാഷിദിന്റെ ഈ പ്രവചനം എത്തിയിരിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ റാഷിദിന്റെ പ്രവചനത്തോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെയുള്ള ഈ അവരുടെ പ്രതികരണങ്ങളാണ് ഈ ഫേസ്ബുക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ റാഷിദിന്റെ പ്രവചനം വന്നു കഴിഞ്ഞിട്ട്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇനി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റാഷിദ് എങ്ങനെ പറയും എന്നുള്ളതാണ്. കാരണം ഓരോരുത്തരായിട്ട് മിക്കവാറും കുറെ ആൾക്കാർ ഇന്ത്യ മുന്നണിക്കാണ് ജയം, അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം NDAയെ സംബന്ധിച്ചിടത്തോളം ഒരു കേവല ഭൂരിപക്ഷത്തിന്റെ അടുത്ത് പോലും എത്തില്ല എന്ന തരത്തിലുള്ള പ്രവചനങ്ങളാണ് ഏറിയ കുറിവി അടുത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെ പരകാല പ്രഭാകർ പറയുന്നു, നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിരുന്നു പ്രദീപ് കുമാർ, അങ്ങനെ അവരൊക്കെ പറയുന്നത് BJPക്ക് ഒരു കേവല ഭൂരിപക്ഷത്തിന്റെ അടുത്തെത്താൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ റാഷിദ് കഴിഞ്ഞ തവണത്തേക്കാൾ BJP സീറ്റ് മെച്ചപ്പെടുത്തും. നേരത്തെ BJP പറയുന്നത് 370 സീറ്റ് 400 സീറ്റ് എന്നൊക്കെയാണ് BJP അവകാശപ്പെട്ടിരുന്നെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഒരു കഴിഞ്ഞ തവണത്തേക്കാൾ 5 സീറ്റ് കൂടുതലായിട്ട് BJP പിടിക്കും എന്ന് റാഷിദ് പറയുന്നു. നേരത്തെ കേരളത്തിന്റെ കാര്യം റാഷിദ് പ്രവചിച്ചത് എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു. അതിങ്ങനെയായിരുന്നു: UDFന് 14 മുതൽ 17 വരെ സീറ്റ്, LDFന് 3 മുതൽ 5 വരെ സീറ്റ്, NDAക്ക് 0 മുതൽ 1 സീറ്റ് വരെ. ഇങ്ങനെയായിരുന്നു കേരളത്തിന്റെ കാര്യം റാഷിദ് പ്രവചിച്ചത്. പിന്നെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രവചനങ്ങളും ചുരുക്കി പറഞ്ഞാൽ 2-3 തീയതികൾ കൂടി, 2 ദിവസം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ റാഷിദ് എന്റെ പ്രവചനം, മറ്റ് ഇത്തരത്തിലുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ എല്ലാം വീണ്ടും കൂട്ടിയും കിഴിച്ചുമൊക്കെ നമുക്ക് നമ്മുടേതായ ഒരു നിഗമനത്തിൽ എത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് വളരെ രസകരമായ, വളരെ ആകാംക്ഷഭരിതമായി കാത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള കൂടുതൽ പ്രവചനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. അത്തരം പ്രവചനങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏതായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.